ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദം. അങ്ങനെ ആ പുസ്തകം പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ പുറത്തു വന്നില്ല, പുറത്തു വരാൻ പോകുന്നു, അപ്പോൾ തന്നെ അതിലെ ഒരുപാട് ഭാഗങ്ങൾ പുറത്തു വരുന്നു. അതാണ് 24 പുറത്തുവിട്ടത്. പക്ഷെ അത് തള്ളിക്കൊണ്ട് ഇ.പി. രംഗത്ത് വരുന്നു. ഇ.പി. പറഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് പാർട്ടി പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ CPI ഒന്ന് പ്രതിരോധത്തിലാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഇനി എന്തൊക്കെ പ്രതികരണങ്ങൾ വരാൻ പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ DC ആണെങ്കിൽ പ്രസാദനം നീട്ടിവെച്ചു എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തുന്നു. അപ്പൊ ആ രീതിയിൽ മൊത്തത്തില് വലിയൊരു വാർത്താ ദിനമായിരുന്നു. അതിന്റെ തുടർ വാർത്തകൾ, അനുരണനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അണയാതെ ആത്മകഥാ വിവാദം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ പാലക്കാട്ടെ LDFന്റെ സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ പി സരിൻ, ആ സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ള പരാമർശങ്ങൾ ഈ ബുക്കിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്, തലേ ദിവസം വരെ UDFന്റെ സ്ഥാനാർത്ഥി ആകും എന്ന് കരുതിയിരുന്ന ഒരാൾ പിറ്റേ ദിവസം മറുകണ്ഠം ചാടുന്നു. അപ്പൊ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം, അതിന്റെ ഒരു സാങ്കത്യം ഒക്കെ തന്നെ അതിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പാർട്ടി കൃത്യമായിട്ട് ഇടപെടുന്നു, കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. ഇ.പി. തന്നെ പാലക്കാട്ടേക്ക് പോകണം നമ്മുടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എന്നൊരു നിർദ്ദേശം വരുന്നു, കർശന നിർദ്ദേശം വരുന്നു. ഇ.പി. പറയുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സത്യം പുറത്തു വരട്ടെ. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോയാലോ? അതെ, ഇന്നിപ്പോ ഏതായാലും ഇ.പി. അവിടെ എത്തുന്നുണ്ട്. എപ്പോഴാണെന്നൊക്കെ നമുക്കറിയാം. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. അപ്പൊ പാലക്കാട്ടേക്കാണ് ശ്രദ്ധ മൊത്തം രാഷ്ട്രീയ കേരളത്തിന്റെ. ഇ.പി. പാലക്കാട്ടേക്ക് എത്തുന്നു. എന്താണ് സാഹചര്യം എന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടികൾ? 5 മണിക്കാണെന്ന് തോന്നുന്നു അല്ലെ പൊതുയോഗം അവിടെ? അതെ, ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. ഇപ്പൊ ഇന്ന് വൈകിട്ടാണ് ഇ.പി. ജയരാജൻ പാലക്കാട് എത്തുന്നത്. ഇ.പിയുടെ വെളിപ്പെടുത്തൽ വന്നത് ഇന്നലെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ദിവസമാണെങ്കിലും അതിന്റെ പ്രതിഫലനം ഒരുപക്ഷെ ചേലക്കരയെക്കാളും കാണാൻ പോകുന്നത് പാലക്കാടായിരിക്കും. അതിന്റെ പ്രതിഫലനം ചേലക്കരയിലെയും വയനാട്ടിലെയും LDF സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഉണ്ടാവുക, ആശങ്ക കൂടുതൽ ഉണ്ടാവുക പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും. കാരണം ഡോക്ടർ പി സരിനെതിരെ അത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇ.പിയുടെ ആത്മകഥയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വം ഇന്നലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരിച്ചത്. ഇ.പി. ഇവിടെ പ്രചരണത്തിന് വരും, അതായത് ഇ.പി. ഇത്തരത്തിൽ ഡോക്ടർ പി സരിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കണ്ടോളൂ, നാളെ ഇ.പി. ജയരാജൻ പാലക്കാട് എന്താ പറയുക, സരിന് വേണ്ടി പ്രചരണത്തിന് വരുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത്. പ്രധാനമായിട്ടും ഇ.പി. ജയരാജന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതെ ആയപ്പോഴാണ് ഇരുട്ടി വെളുക്ക് മുൻപേ മറുകണ്ഠം ചാടിയത് തുടങ്ങിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അതേപ്പോഴത് തള്ളുന്നുണ്ട്. എന്നിരിക്കെ പോലും അത് പുറത്തു വന്നതാണ്. DC ബുക്സിനെ പോലെയുള്ള ഒരു സ്ഥാപനത്തിന് ഇ.പി. ജയരാജനെ പോലെ ഇത്രമേൽ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പുസ്തകം അതൊരു വളച്ചൊടിച്ച് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് കേരളത്തിലെ സ്വാഭാവികമായിട്ടുള്ള ആളുകളുടെ ചിന്ത പോകാൻ സാധ്യതയില്ല. എന്തായാലും അതിലിനി വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രസാദനമൊക്കെ നീട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഇ.പിയുടെ പരിപാടിക്ക് അത്രമേൽ ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം വിമർശനം ഉന്നയിച്ച സരിനെ കുറിച്ച് എന്ത് ഇ.പി. പറയും എന്നുള്ളത് കേൾക്കാൻ പാർട്ടിക്കാർക്കെന്ന് മാത്രമല്ല എതിർചേരിയിലുള്ള ആളുകൾക്ക് പോലും കൗതുകമുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിക്കാണ് ഈ പരിപാടി. സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള വേദിയിലാണ്, പൊതുവേദിയിലാണ് പരിപാടി. അപ്പോൾ ഇ.പി. ഇന്നലെ ഇ.പിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇദ്ദേഹം ഈ മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിവസം കൂടി ഇത്തരത്തിലുള്ള ഒരു ബോംബ്, രാഷ്ട്രീയ ബോംബ് പൊട്ടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ.പിയെ കേൾക്കാൻ എത്രത്തോളം പാർട്ടിക്കാരെത്തും, അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ DC ഇത്തരത്തിലുള്ള അദ്ദേഹം പറയാത്ത കാര്യങ്ങളടക്കം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ സരിൻ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സരിൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താനത് മാറ്റും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താനത് മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും വേദിയിൽ വെച്ച് സരിനും ഇ.പി. ജയരാജനും പറയാന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പൊതുപരിപാടിയായിട്ട് ഇന്നത്തെ ഇ.പി. ജയരാജന്റെ പാലക്കാട്ട് സന്ദർശനം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്മിത, പ്രജിൻ. ശരി, നിഖിൽ. അപ്പോ നിഖിൽ, എന്തായാലും ഇന്നത്തെ അവിടെ ഉണ്ടാവുന്ന ഓരോ മൊമെന്റും രാഷ്ട്രീയ കൗതുകമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഒരു പരാമർശം നടത്തിയ ഒരാൾ ഇന്ന് LDFന് വേണ്ടി പ്രചാരണത്തിന് എത്തുമ്പോൾ അതെല്ലാം ഒപ്പിയെടുക്കാൻ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് അവിടെ.
അതിന്റെ ഒപ്പം തന്നെ പാലക്കാടാണ് ഇനിയുള്ള ശ്രദ്ധാകേന്ദ്രം അല്ലെ, 13-ാം തീയതിയിൽ നിന്ന് മാറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ചേലക്കരയിലെയും വയനാട്ടിലെയും ഒക്കെ വോട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. പോളിംഗ് കുറഞ്ഞതിലൊക്കെ വയനാട്ടില് വല്ലാതെ കുറഞ്ഞു പോയി. അതിൽ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പാലക്കാടേക്ക് ആയിരിക്കും ഇനി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അല്ലെ, ഉത്സവത്തിന്റെ ലഹരിയാണ് അവിടെ. അതെ അതെ. നിഖിൽ തുടരുന്നുണ്ടെങ്കിൽ നിഖിൽ ഇന്ന് ശിശുദിനമാണ്, കുട്ടികളുടെ ദിവസമാണ്. നിഖിലിനെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യട്ടെ? പിന്നെ ഉറപ്പായിട്ടും നിഖിലെ, നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു അടിപൊളി പാട്ട് സമ്മാനിച്ച ആളാണ് നിഖിൽ പ്രമേഷ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ആ പാട്ടൊന്ന് പാടണം. ഒരുപാട് തവണ ആ പാട്ട് നിഖിൽ പാടി കേട്ടതാണ് നമ്മുടെ പ്രേക്ഷകർ. പക്ഷെ ഇന്ന് പാടിയില്ല, പിന്നെ എന്ന് പാടും? കുട്ടികൾക്ക് വേണ്ടി. അതെ. അപ്പൊ ഒരു 4 വരി നമ്മുടെ ആ പാട്ട്, നിഖിലിന്റെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയ ആ പാട്ട്. ഉറപ്പായിട്ടും പ്രജിൻ, അവിടെയുള്ള പ്രജിനും അതോടൊപ്പം തന്നെ സ്മിതയ്ക്കും രണ്ടുപേരും കുട്ടികളുടെ മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ ലോകത്തെമ്പാടുമുള്ള നമ്മുടെ കുട്ടികൾ അല്ലെ, മകൾ, അതുപോലെ തന്നെ നമ്മുടെ മാളു, എല്ലാവർക്കും വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം ആ പാട്ട്. നമ്മൾ തന്നെ കുറച്ച് വേദിയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് പ്രജിൻ. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 2-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 3-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 4-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. പോരെ പ്രജിൻ, സ്മിത? അടിപൊളി. ഇന്ന് പെർഫെക്റ്റ് ആണ്. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അപ്പൊ ആ പാട്ട് പെർഫെക്റ്റ് ആണ്. നിഖിൽ പറഞ്ഞ കാര്യം സത്യമല്ലേ, ആ പാട്ട് പാടുമ്പോ നമ്മുടെ ഉള്ളിലെ കുട്ടി ശരിക്കും നമ്മുടെ യാത്ര വിനോദയാത്ര